4 ബസ് തൊഴിലാളികൾക്ക് നേരെ തോക്ക് ചൂണ്ടിയ ബ്ലോഗർ തൊപ്പിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കണ്ണൂർ കല്യാശ്ശേരി സ്വദേശി മുഹമ്മദ് നിഹാലിനെയാണ് തൊഴിലാളികൾക്ക് നേരെ എയർ പിസ്റ്റൾ ചൂണ്ടിയതിന് കസ്റ്റഡിയിലെടുത്തത്. CK വിജയനുണ്ട് വിശദാംശം. അനശ്വര പറഞ്ഞത് ശരിയാണ്. കുറച്ചു കാലമായി ഇത്തരത്തിലുള്ള സമൂഹത്തിനിടയിൽ തൊപ്പിയുടെ പേര് അധികം കേട്ടിരുന്നില്ല. പക്ഷേ അതിന് വിപരീതമായി ഇപ്പോൾ വടകരയിൽ വെച്ചാണ് സംഭവം ഉണ്ടായിട്ടുള്ളത്. വടകര യഥാർത്ഥത്തിൽ കൈനാട്ടി വെച്ചാണ് സംഭവം ഉണ്ടായത്. അതായത് കോഴിക്കോടേക്ക് വരുന്ന ഒരു ബസ്സും നിഹാലിന്റെ അതായത് തൊപ്പിയുടെ കാറുമായി ഒന്ന് ഉരസി. ഇത് സംബന്ധിച്ച് അവിടെ നിന്ന് തർക്കമുണ്ടായി. പിന്നീട് നേരെ വടകര ബസ് സ്റ്റാൻഡിൽ എത്തുകയും തൊപ്പിയും കൂട്ടരും ബസ് ജീവനക്കാരുമായി പ്രശ്നമുണ്ടാകുകയും ചെയ്തു. ഇതിനിടയിൽ വെച്ചാണ് ലൈസൻസ് ആവശ്യമില്ലാത്ത എയർ പിസ്റ്റൺ ഉപയോഗിച്ച് ഇവർക്ക് നേരെ ചൂണ്ടുകയും കാറുമായി രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്തു. അതിനിടയിൽ വടകരയിൽ ഉണ്ടായിരുന്ന ബസ് ജീവനക്കാർ ഇവരെ തടഞ്ഞു വെക്കുകയും ചെയ്തു. അങ്ങനെ തടഞ്ഞു വെച്ച് പോലീസിൽ ഏൽപ്പിച്ചു. ഇപ്പോൾ ബസ് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കോഴിക്കോടേക്ക് പോകുന്ന ബസ്സാണ്. അത് കോഴിക്കോട് നിന്നുള്ള ബസ് തിരിച്ച് എത്തിയതിനു ശേഷം അവരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ഈ നിഹാലിനെ അറസ്റ്റ് ചെയ്യുമെന്നാണ് ഇപ്പോൾ വടകര പോലീസ് അറിയിച്ചിട്ടുള്ളത്. ഇപ്പം നിങ്ങൾ ഈ കണ്ട ന്യൂസ് എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം തൊപ്പിക്ക് നേരെ വന്നിട്ടുള്ളൊരു ന്യൂസാണ്. ഒരു ബസ്സുകാരനുമായിട്ടുള്ള ഇഷ്യൂ. ഒരു ബസ് ഈ ഒരു തൊപ്പി സഞ്ചരിച്ച ഒരു കാറിൻ്റെ അടുത്തായിട്ട് ചെറുതായിട്ട് തട്ടിയ രീതിയിലുള്ളൊരു ഇഷ്യൂ ആയിരുന്നു. അതിനുശേഷമാണ് ഇവർ തമ്മിൽ വാക്ക് തർക്കവും കാര്യങ്ങളൊക്കെ അതിന് ശേഷം അവസാനമാണ് കയ്യിലുണ്ടായിരുന്ന എയർ പിസ്റ്റൾ എടുത്ത് ആ ഒരു തൊഴിലാളിക്കൊക്കെ നേരെ ചൂണ്ടിയത്. ഇതിപ്പം ഭയങ്കരമായിട്ടുള്ള ഇഷ്യൂ ആയേക്കുവാണ്. അവർ കേസ് കൊടുത്തിട്ടുണ്ട് പോലീസിന്. പോലീസ് ഉണ്ടെങ്കിൽ ഇപ്പോഴത്തേന് ഈ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചതിന് ശേഷമാണ് ഇനി മുമ്പോട്ടുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അറസ്റ്റ് ചെയ്തേക്കാം എന്നുള്ളൊരു കാര്യം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. ഇതെല്ലാം മീഡിയാസ് എല്ലാം റിപ്പോർട്ട് ചെയ്യുവാണ്. ഇതിൻ്റെ വീഡിയോസും കാര്യങ്ങളും ഇന്നലെയായിട്ട് ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഫുള്ളായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എനിക്ക് തോന്നിയ കാര്യം തൊപ്പിയുടെ ഇഷ്യൂസ് നേരത്തെയും കുറേയധികം വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ജാമ്യത്തിലൊക്കെ വിട്ടായിരുന്നു. ആ സമയത്ത് ഭയങ്കര ചർച്ചാ വിഷയമൊക്കെ ആയിരുന്നു. കുറേ നാളായിട്ട് തൊപ്പിയെ പറ്റി ഭയങ്കര ഇഷ്യൂ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഇടയ്ക്ക് വെച്ച് തൊപ്പിയുടെ അടുത്തുനിന്ന് തന്നെ, അതായത് തൊപ്പിയുടെ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് എന്തോ മരുന്നോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത് തൊപ്പിയുടെ അടുത്തു നിന്നാണ്, തൊപ്പിയുടെ ഫ്ലാറ്റിൽ നിന്നാണ് പിടിച്ചതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. പക്ഷെ അത് തൊപ്പി തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് തൊപ്പിയുടെ ഒന്നുമല്ല, തൊപ്പിയുടെ ഫ്രണ്ടായിരുന്നു എന്നൊക്കെ. അതിനുശേഷം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഈ പുള്ളിക്കാരൻ്റെ പേരിലാണ്, ഇപ്പോൾ തൊപ്പിയുടെ പേരിലാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഈ ഒരു ന്യൂസ് വന്നിരിക്കുന്നത്. ഇത് കണ്ട സമയത്ത് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനത്തെയൊക്കെ ഒരു ഇഷ്യൂസും കാര്യങ്ങളും അല്ലെങ്കിൽ വണ്ടി തട്ടുകയോ അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ വഴക്കുണ്ടാവുക അതൊക്കെ നോർമലായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഒരു എയർ പിസ്റ്റലൊക്കെ എടുത്തിങ്ങനെ ചൂണ്ടുക പബ്ലിക്കിലേക്ക് എന്ന് പറയുമ്പോഴത്തേക്കും അത് ഭയങ്കരമായിട്ടുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കുറേയധികം പേര് ഈ ഒരു തൊപ്പിയെ തന്നെ വീഡിയോസൊക്കെ കാണുമ്പോൾ കുറച്ച് അഭിനയിക്കുന്ന രീതിയിൽ, കുറച്ച് ചീത്ത വിളിക്കുന്ന രീതി, അങ്ങനെയൊക്കെ കുറേയധികം വീഡിയോസൊക്കെ പുള്ളിക്കാരൻ ചെയ്യാറുണ്ട്. അത് കണ്ട് ഇൻഫ്ലുവൻസ് ആവുന്ന കുറേയധികം പേരുമുണ്ട്. ഇപ്പോൾ ഇതേ കണക്കൊരു തോക്കെടുത്ത് ഇങ്ങനെ ചൂണ്ടുന്നത് കാണുമ്പോൾ ഇത് കാണുന്ന കുറേയധികം പേര് അല്ലെങ്കിൽ ഇത് അറിയുന്ന കുറേയധികം തൊപ്പിയെ ഫോളോ ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അത് അവർക്കൊരു റോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻ, റോങ് ആയിട്ടുള്ള ഒരു മെസ്സേജാണ് പോകുന്നത്. ചിലപ്പോൾ ഇതിൽ തൊപ്പിക്ക് ഇനി എന്തെങ്കിലുമൊക്കെ ബാക്കി പറയാൻ കാണും. അതിനി തൊപ്പി വീഡിയോ ഇടുമ്പോൾ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. നമുക്കിപ്പം അറിഞ്ഞ സാഹചര്യത്തിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ സംഭവം പറയുന്നത്. തൊപ്പി ചെയ്തത് ഒരിക്കലും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് ഇതിനെപ്പറ്റിയൊക്കെ ഒന്ന് ചിന്തിക്കുക എന്നുള്ളൊരു കാര്യമാണ്. കാരണം തൊപ്പിയെ കുറേയധികം പേർക്കറിയാം. ഇത് കുറേ പേര് ഫോളോ ചെയ്യും തൊപ്പി ചെയ്യുന്ന കാര്യങ്ങൾ. ഇത് ഇപ്പോഴത്തെ എന്താ പറയുക വളർന്നു വരുന്ന തലമുറയിലുള്ളവർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു മിസ്സായിട്ടുള്ള എന്താ പറയുക ഒരു മെസ്സേജ് നമുക്കതൊരിക്കലും ശരിയായിട്ടുള്ള രീതിയിൽ അവിടെ എടുക്കണമെന്നില്ല. അത് തെറ്റിദ്ധരിക്കാം. അപ്പോഴത്തേനും എന്താ പറയുക, ഇതൊക്കെ കുറച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയ ഒരു കാര്യം. എന്തായാലും തൊപ്പിക്കുള്ള എന്താണ് പറയാനുള്ളത് ചിലപ്പോൾ തൊപ്പി വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചും നമ്മളെ കണ്ടതിനും ശേഷം മാത്രമേ അഭിപ്രായം പറയാൻ പറ്റത്തുള്ളൂ. എന്നാൽ ഇപ്പം കേട്ട സ്ഥിതിക്ക് ഈ ഒരു തൊപ്പി ചെയ്തൊരു ഒട്ടും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. അതൊന്ന് ശ്രദ്ധിക്കാമായിരുന്നു എന്നുള്ളൊരു കാര്യമാണ്. ഇനി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് തൊപ്പി ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാമെന്നേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്.